ഹായ്, എല്ലാവരും സുഖമായിരിക്കുന്നില്ലേ? ഇപ്പോൾ ഈ വിഷു കഴിഞ്ഞു, ഈസ്റ്റർ കഴിഞ്ഞു, അതുപോലെ തന്നെ കുട്ടികളുടെ വെക്കേഷൻ വന്നു. ആരും വീട്ടിലായിരിക്കില്ല എന്നറിയാം. എല്ലാവരും ഉല്ലാസയാത്രകളിലും വിനോദയാത്രകളിലും ബന്ധുക്കളുടെ വീടുകളിലും ഒക്കെ കുട്ടികളുമായി കറങ്ങി നടക്കുകയാണെന്നറിയാം. എന്നാലും ഇടയ്ക്കിടയ്ക്ക് എൻ്റെ രുചിക്കഥകളിലേക്കൂടെ ഒരു നോട്ടം എത്തിക്കണേ, മറക്കല്ലേ. പോകുന്ന വഴി എന്തായാലും മൊബൈൽ കാണുമ്പോഴേ എൻ്റെ രുചിക്കഥകളിൽ ഒരു ദിവസമെങ്കിലും ഒരു വട്ടമെങ്കിലും ഒന്ന് നോക്കാൻ ശ്രമിക്കുക. പിന്നെ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് എൻ്റെ അനുഭവത്തിലുള്ള ഒരു കഥയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പുട്ടപർത്തിയിലെ സ്വാമിയെപ്പറ്റി 2 വീഡിയോ ഞാൻ ഇതിനോടകം ചെയ്തു കഴിഞ്ഞു. ഒന്ന് എൻ്റെ ഗുരുവിനെ പറ്റിയായിരുന്നു ആദ്യത്തെ വീഡിയോ. അത് കഴിഞ്ഞ് സ്വാമിയുടെ ഒരു പ്രത്യേക പ്രൈവറ്റ് ചാനലുണ്ട്, അന്തർശൗര്യ യജ്ഞമെന്നും പറഞ്ഞ്. അതിൽ എനിക്കൊരു അരമണിക്കൂർ സംസാരിക്കാനുള്ള ഭാഗ്യം സ്വാമി തന്നു. അതെൻ്റെ ഒരു അനുഭവ കഥയായിരുന്നു. കാരണം ഞാൻ എങ്ങനെ ഇവിടെ എത്തി, സ്വാമിയായിട്ട് എങ്ങനെ എങ്ങനെയുള്ള സ്വാമിയായിട്ടുള്ള ഞാനുള്ള ബന്ധം എങ്ങനെയാണ്, ഞാൻ എന്തിനാണ് ഇവിടെ വന്നത്, ഇങ്ങനെയുള്ള എൻ്റെ അനുഭവ കഥകളായിരുന്നു കൂടുതലും അതിലുണ്ടായിരുന്നത്. അത് ഇതിലിടാൻ പറ്റുകയില്ലെന്ന് പറഞ്ഞതുകൊണ്ട് ഞാനത് ഇതിനോട്ട് കണക്ഷൻ കൊടുത്തിട്ടില്ലായിരുന്നു. ഇപ്പോൾ രണ്ടാമത്തെ ഒരു വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത്. ഇതെൻ്റെ ഒരു അനുഭവ കഥയാണ്. കാരണം ഈ അടുത്ത സമയങ്ങളാണ് സ്വാമിയുടെ ആരാധനാ മഹോത്സവം കഴിഞ്ഞത്. സ്വാമിയുടെ ആരാധനാ മഹോത്സവം 14ാം വർഷമായിരുന്നു ഈ പ്രാവശ്യം കൊണ്ടാടിയത്. കഴിഞ്ഞ ആഴ്ചയായിരുന്നു, 24-ാം തീയതി ആയിരുന്നു. 2011 സ്വാമിയുടെ വിയോഗമുണ്ടായത്. അന്ന് ഞാനിവിടെ സ്ഥിരതാമസത്തിനായി വന്ന സമയമായിരുന്നു. എൻ്റെ മോളും ഇവിടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ അന്ന് അവിടെ താമസിക്കുമ്പോൾ, ഞാനന്ന് ഗോകുലത്തിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അവിടെ താമസിക്കുന്ന സമയത്ത് എനിക്ക് ഹോസ്പിറ്റലിൽ ഒരു ജോലി സ്ഥിരമായി കിട്ടുകയും ചെയ്തായിരുന്നു. ഞാൻ അവിടെ ജോലിയും കഴിഞ്ഞ് വൈകിട്ട് ഞാൻ സ്വാമിയുടെ ദർശനത്തിനായി ആശ്രമത്തിൽ വന്നപ്പോഴാണ് സ്വാമിയെ അവസാനമായി സത്യം പറഞ്ഞാൽ ഞാൻ കാണുന്നത്. ഇപ്പോഴും അതൊരു ഓർമ്മിക്കുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമാണ് ഉണ്ടാകുന്നത്. പറയുന്നത് എനിക്ക് ആഗ്രഹമില്ല, എന്നാലും പറയാതിരിക്കാനും വയ്യ. അതെൻ്റെ അനുഭവ കഥയായതുകൊണ്ടാണ് ഞാൻ ഈ കഥ നിങ്ങളിൽ കൂടി എത്തിക്കുന്നത്. ഞാനൊന്ന് അവിടെ വന്നപ്പോൾ സ്വാമി 2 കൈയും പൊക്കി എല്ലാവരെയും ആശീർവദിക്കുകയും അതുപോലെ കൈകൂപ്പി സ്വാമി തൊഴുകയും ചെയ്തു. അതിനുശേഷമാണ് സ്വാമി അകത്തേക്ക് കയറിപ്പോയത്. സ്വാമിയെ അവസാനമായി ഒന്ന് കാണാനുള്ള ഒരു ഭാഗ്യം എനിക്കുമുണ്ടായി. സ്വാമിയുടെ ആശീർവാദം എന്നിലും എത്തി എന്നാണ് ഞാൻ ആഗ്രഹിച്ചിരുന്നത്. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ആശ്രമത്തിലെത്തുമ്പോഴൊന്നും സ്വാമിയെ കാണാതായി. ഇപ്പോഴും പലരിലും പല ആശങ്കകളും ഉളവായി. എല്ലാവരും ചോദിക്കും, സ്വാമി എന്തേ വരാത്ത, സ്വാമി എന്തേ ആശ്രമത്തിൽ വരാത്തതെന്ന്. അപ്പോഴാണ് എല്ലാവരും പറയാൻ തുടങ്ങിയത് സ്വാമിക്ക് ശരീര അസ്വാസ്ഥ്യമുണ്ടായെന്നും അങ്ങനെ സ്വാമി സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലാണ് എന്നും അറിയാൻ സാധിച്ചു. പക്ഷേ എനിക്ക് കിട്ടിയ മഹാഭാഗ്യമായിരുന്നു അന്ന് ഹോസ്പിറ്റലിൽ ഒരു പെർമനൻറ്റ് സ്റ്റാഫായിട്ടുള്ള ജോലി. പക്ഷേ എൻ്റെ മോളുടെ ഡെലിവറി കാരണം എനിക്ക് ആ ജോലി കണ്ടിന്യൂ ചെയ്യാനായിട്ട് പറ്റിയില്ല. അപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ പോകാറില്ലാത്തത് കൊണ്ട് സ്വാമിയെ പറ്റിയുള്ള അറിവുകളൊന്നും എനിക്കുമില്ലായിരുന്നു. എല്ലാവരും എന്നോട് ചോദിക്കും, ഹോസ്പിറ്റലിൽ പോകുന്നില്ലേ, സ്വാമിയെ പറ്റി എന്തെങ്കിലും അറിയാൻ പറ്റുമോ. ഞാൻ പോകുന്നില്ലായിരുന്നു. അങ്ങനെ മോളുടെ ഡെലിവറി കാരണം ഞാൻ പോകാതാവുകയും കുറച്ച് ദിവസത്തിന് ശേഷം ഒരു ദിവസം 24-ാം തീയതി പെട്ടെന്ന് എല്ലാവരുടെയും കാതുകളിൽ ഒരു കൊടുങ്കാറ്റ് പോലെ, ഒരു പേമാരി പോലെ ഒരു വാർത്ത എല്ലാവരുടെയും കാതുകളിലെത്തി. കാരണം സ്വാമി നമ്മളെ വിട്ടുപോയി എന്നുള്ള ദുഃഖവാർത്തയാണ് അറിയാൻ സാധിച്ചത്. ഇന്നും അത് ഓർക്കുമ്പോൾ അടക്കാനാവാത്ത സങ്കടമാണ് എനിക്കുണ്ടായത്. ചേട്ടൻ എന്ന താഴേക്ക് ഇറങ്ങി വന്ന് എല്ലാവരോടും ചോദിച്ചു. എല്ലാവരും റോഡിൽ നിന്ന് പതുക്കെ പറയുന്ന കണ്ടുകൊണ്ട് ചേട്ടൻ ചോദിച്ചു, എന്താ ഇവിടെ സംഭവിച്ചത്, എന്താ കാര്യമെന്ന് ചോദിച്ചപ്പോഴാണ് ഇങ്ങനെ എല്ലാവരും പറഞ്ഞത്. ആരും മുറുക്കിയൊന്നും പറയാനുള്ള ധൈര്യം ആർക്കുമില്ലായിരുന്നു. എന്നാലും ഈ അറിവ് എല്ലാവരുടെയും കാതുകളിലെത്തിയപ്പോൾ എല്ലാവരുടെയും രോഷം അടക്കാനായില്ല. സങ്കടവും വിഷമവും എന്തൊക്കെയായിരുന്നു എല്ലാ സ്വാമിയുടെ ഭക്തജനങ്ങളിൽ അന്ന് അനുഭവപ്പെട്ടതെന്ന് സത്യത്തിൽ കണ്ടു നിൽക്കുന്നവർക്ക് മാത്രമേ അറിയാൻ പറ്റുള്ളൂ. ഞാനും അക്കൂട്ടത്തിലുണ്ടായിരുന്നു. ഞാൻ പെട്ടെന്ന് കുഞ്ഞിനെ എടുത്ത് മോളുടെ കയ്യിലേക്ക് കൊടുത്തിട്ട് ഞാനും പെട്ടെന്ന് റോഡിലേക്ക് ഇറങ്ങി വന്നു. റോഡിൽ ഇറങ്ങി വന്നപ്പോഴാണ് പെട്ടെന്ന് എല്ലാ ഷട്ടറുകളും എല്ലാ കടകളിലും അടയ്ക്കാൻ തുടങ്ങി. എല്ലാ വാഹനങ്ങളും റോഡിൽ കൂടെ പോകുന്ന പെട്ടെന്ന് അവർ നിർത്തി. പോലീസിൻ്റെ വലിയൊരു ബന്ദോബസ്ത് റോഡിലുണ്ടായി. കുറച്ച് സമയത്തിന് ശേഷം അറിയാൻ സാധിച്ചു സ്വാമിയുടെ ആ വാഹനം ഹോസ്പിറ്റലിൽ നിന്നും തിരിച്ചിട്ടുണ്ട്. അത് ഇതുവഴി, ഈ റോഡ് വഴി ആശ്രമത്തിലേക്ക് കൊണ്ടുവരും എന്നറിഞ്ഞപ്പോൾ എല്ലാ ആൾക്കാരും ഓടിക്കൂടി റോഡിൻ്റെ 2 സൈഡിലും ഭയങ്കരമായ ഒരു സങ്കടത്തോടു കൂടി, മുറവിളിയോടു കൂടിയാണ് 2 സൈഡിലേക്ക്, റോഡിൻ്റെ 2 സൈഡിലും ആളുകൾ തിങ്ങിക്കൂടാൻ തുടങ്ങി. പെട്ടെന്ന് എല്ലാവരുടെയും നോട്ടം അങ്ങോട്ട് മാത്രമാണ്. സ്വാമിയുടെ വാഹനം എപ്പോൾ വരും, കാണാൻ പറ്റുമോ ഞങ്ങൾക്കെന്നുള്ള ആഗ്രഹത്തോടെ കണ്ണുനീരോടുകൂടി എല്ലാവരും കാത്തു നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് പോലീസ് വാഹനത്തിൻ്റെ അകമ്പടിയോടുകൂടി സ്വാമിയെ കൊണ്ടുവന്ന്
ആ വാഹനം പെട്ടെന്ന് കടന്നു പോയപ്പോൾ സത്യത്തിൽ ആർക്കും കാണാനും സാധിച്ചില്ല. എന്നെ ഒത്തിരി പ്രായമുള്ള അമ്മമാർ ഒരുപാട് അവിടെ ഉണ്ടായിരുന്നു. അവർ തല സത്യത്തിൽ റോഡിലടിച്ചാണ് കരയാൻ തുടങ്ങിയത്. ചിലർ തലയ്ക്കടിച്ച് കരയുന്നു, ചിലർ നെഞ്ചത്തടിച്ച് കരയുന്നു. ഏത് തരത്തിലാണ് അവരുടെ വിഷമങ്ങൾ അവർക്ക് പ്രകടിപ്പിക്കാൻ പറ്റുമോ അതേ രീതിയിലുള്ള അവസ്ഥയായിരുന്നു. എനിക്കും സഹിക്കാൻ പറ്റിയില്ല. ഞാൻ റൂമിലെത്തിയോണ്ടേ ഞാൻ ചേട്ടനോട് പറഞ്ഞു, ചേട്ടാ ഞാനും ഓടിപ്പോവുകയാണ്, എനിക്കും കാണാൻ സ്വാമിയുടെ ബോഡി. അപ്പോൾ പറഞ്ഞു ഈ തെള്ളിൻ്റെ ഇടയിൽ, കാരണം എല്ലാ മനുഷ്യരും എല്ലാ കഥകളും തുറന്നിട്ട് വീട് അടച്ചിട്ടുണ്ടോ തുറന്നിട്ടുണ്ടോ ഒന്നും ആലോചിക്കാതെ നിന്ന വേഷത്തിനാണ് എല്ലാവരുടെയും വാഹനത്തിൻ്റെ പുറകിൽ ഓടാൻ തുടങ്ങിയത്. ഞാനും അക്കൂട്ടത്തിൽ ഞാനും പോയി. എങ്ങനെ ഞാൻ ആശ്രമത്തിൽ എത്തി എന്ന് എനിക്ക് തന്നെ അറിയില്ല. കാരണം അത്രയ്ക്ക് റഷായിരുന്നു റോഡിലെല്ലാം. ആൾക്കാരുടെ ഇടിയിലും തള്ളലിലും പെട്ട് എങ്ങനെയെങ്കിലും ഗോപുരം ഗേറ്റിൻ്റെ ആ സൈഡിലെ വലിയ ഗേറ്റ് തുറന്നപ്പോൾ അവിടെ സ്വാമിയുടെ വാഹനം അകത്തേക്ക് കടന്നപ്പോൾ അവർ ഗേറ്റ് അടയ്ക്കാൻ തുടങ്ങി. പക്ഷേ ഭാഗ്യവശാൽ ടി വിക്കാരുടെ ഒരു വലിയ നിരയായിരുന്നു. സെക്കൻഡിനകത്താണ് ഈ ടി വിക്കാരെല്ലാം അവിടെ ഓടി പാഞ്ഞെത്തിയത്. അവരുടെ വണ്ടി പോകുന്ന സമയത്ത് ഈ ആൾക്കാരെല്ലാം അവരോട് വണ്ടിയോടൊപ്പം അകത്തേക്ക് കയറാൻ തുടങ്ങി. അങ്ങനെ ഞാനും ആ തിരക്കിലും പെട്ട സത്യത്തെ താഴെ വീണില്ലെന്ന് മാത്രം പറയാം. ഞാനും എങ്ങനെയെങ്കിലും ഓടി അകത്ത് കയറി ആ ഗേറ്റിൻ്റെ അവിടെ നിലനിന്നപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ മണിക്കൂറുകളോളം അവിടെ നിന്നതിന് ശേഷമാണ് സ്വാമിയുടെ ആ ശരീരം ഉരുനോക്ക് കാണാനുള്ള ഭാഗ്യം കിട്ടിയത്. അങ്ങനെ ലൈനായി അകത്തേക്ക് കയറ്റി ആ സ്വാമിയെ കണ്ട് തിരിച്ചെങ്ങനെ മടങ്ങി പോകണമെന്നറിയാൻ വയ്യാതെ വാവിട്ട് കരഞ്ഞുപോയി. അവിടെ നിന്ന് ആത്മാർത്ഥതയോടെ ചങ്കിൽ നെഞ്ചത്ത് കൈവച്ച് നിലവിളിക്കാനേ പറ്റുകയുള്ളൂ. സ്വാമി എല്ലാം വിട്ടിട്ട് സ്വാമിയുടെ അടുത്തെത്തിയ ഞങ്ങളെ ഒറ്റയ്ക്കാക്കിയിട്ട് സ്വാമി പോയല്ലോ, സ്വാമി എന്തിനാണ് പോയത്? ഈ ഒരു ചോദ്യം മാത്രമേ അന്ന് മനസ്സിലുണ്ടായിരുന്നുള്ളൂ. അതേപോലെ എങ്ങനെയാണ് തിരിച്ച് വീട്ടിൽ വന്നതെന്നും അറിയില്ല. രാവിലെ പോയ ഞാൻ സന്ധ്യയായി വീട്ടിലെത്തിയപ്പോൾ ഒരിറ്റ് വെള്ളം പോലും കുടിക്കാതെയാണ് വന്നത്. അവിടെ വീട്ടിലെത്തിയോടനെ എൻ്റെ മോള് പറഞ്ഞു, മമ്മി പോയിട്ട് വന്നില്ലേ, എനിക്കും പോകണം. ഞാൻ പറഞ്ഞു, ഇപ്പം ഡെലിവറി കഴിഞ്ഞ സമയമാണ്, നീ എങ്ങനെ പോകും? ഇല്ല മമ്മി എനിക്കും പോകണം, താഴെയുള്ള വാച്ച്മാൻ്റെ ഭാര്യയെല്ലാം പോകുന്നുണ്ട്, അവരോടൊപ്പം ഇവിടും പോകാൻ ഒരുങ്ങി. ആ പിഞ്ചു കുഞ്ഞിനെ എൻ്റെ കൈകളിൽ ഏൽപ്പിച്ചിട്ട് എൻ്റെ മോളും അപ്പോൾ തന്നെ ഇറങ്ങി സ്വാമിയെ കാണാനായിട്ട്. സത്യത്തിൽ നേരെ ഞങ്ങളുടെ റോഡിന് മുൻപിലുള്ള ആ ഗോകുലം റോഡ് അവരാൾക്കാർക്ക് വേണ്ടി അവർ ബന്ധാക്കി. അതിന് ബന്ധാക്കാൻ കാരണം അവിടെ VIPസിൻ്റെ വലിയ നിരയായിരുന്നു, കാറുകൾ വരുന്നത് കൊണ്ട് അത് അവർ നിർത്തിയിട്ട് അവർ പോയത് ബാക്ക് സൈഡിൽ സ്വാമിയുടെ ബർത്ത്ഡേ ടൈമിൽ സ്വാമി ഒരു വലിയൊരു റോഡ് ബാക്ക് സൈഡിൽ ഫ്രണ്ട് സൈഡിൽ ചിത്രാവതി സൈഡിൽ തീർത്തിട്ടുണ്ടായിരുന്നു. അതുവഴിയാണ് എല്ലാ ആൾക്കാർക്കും പോകാനുള്ള അനുമതി ഉണ്ടായിരുന്നത്. എൻ്റെ മോള് അന്ന് സന്ധ്യയ്ക്ക് അവിടെ നിന്ന് പോയിട്ട് സത്യത്തിൽ രാത്രി മുഴുവൻ ലൈൻ നിന്ന് ചിത്രാവതി നദിയുടെ സൈഡിൽ കൂടെ എല്ലാം പോയി എത്രയോ മണിക്കൂറുകളോളം നടന്ന് അകത്ത് കയറാനുള്ള ഭാഗ്യം അവൾക്ക് കിട്ടിയത് പിറ്റേ ദിവസം ഉച്ചയ്ക്കാണ്. പിറ്റേ ദിവസം ഉച്ചയായതോടെ വളരെ സങ്കടത്തോടെയും വിഷമത്തോടെയും അവൾ വന്നു. അന്ന് രാത്രി ആ പിഞ്ചു കുഞ്ഞിനെ ഞാൻ എങ്ങനെയാണ് എൻ്റെ കയ്യിൽ വെച്ച് ഞാൻ പൂറ്റിയതെന്ന് എനിക്ക് പോലും അറിയില്ല. കുഞ്ഞിന് പാല് കുടിക്കാനാവാതെ ആ കുഞ്ഞിൻ്റെ കരച്ചിലടക്കാൻ ഞാൻ ഒരുപാട് പാടുപെട്ടു. പിന്നീട് സമാധിയിൽ എല്ലാവരും വന്ന് തൊടാൻ തുടങ്ങി. അന്ന് അവധി സമയങ്ങളിലൊക്കെ വെക്കേഷൻ ടൈമിലൊക്കെ ഇവിടെ എല്ലാവരും പറയുമായിരുന്നു, സ്വാമി ഇവിടെ ഇല്ല, സ്വാമി കൊടൈക്കനാലിലും ഊട്ടിയിലും ഒക്കെ പോകും ചൂട് കാരണം ആന്ധ്രയിൽ മഴയെന്ന് പറയുന്ന ഒരു കാര്യമില്ലല്ലോ. പക്ഷേ ഇപ്പോൾ അതിൻ്റെ ഇരട്ടി പ്രഭയോടുകൂടി ഇപ്പോഴാൾക്കാരുടെ ഒരു സത്യം പറഞ്ഞാൽ എന്താ പറയേണ്ടതെന്ന് അറിയില്ല. എല്ലാ വെള്ളിയാഴ്ചയും ശനിയും ഞായറും എല്ലാം ആൾക്കാരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അത്രയ്ക്കാണ് ഇപ്പോഴത്തെ വെക്കേഷൻ എന്ന് പറഞ്ഞാൽ. അന്ന് ആളില്ലായിരുന്നെങ്കിൽ ഇപ്പോൾ അതിൻ്റെ 10 ഇരട്ടി അല്ല 100 ഇരട്ടി ആൾക്കാരാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് എല്ലാ സ്റ്റേറ്റിൽ നിന്നും. എല്ലാവരും പിൽഗ്രിമേജ് പോകുന്ന ഓരോ സ്ഥലങ്ങളിൽ ഓരോ അമ്പലങ്ങളിൽ പോകുന്ന പോലെയാണ് ഇപ്പോൾ ആൾക്കാരുടെ ഒരു പ്രവാഹം പുട്ടപർത്തിയിലുള്ളത്. ഇപ്പോൾ പഴയതുപോലെ മഴയില്ലാതോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. ഇപ്പോഴും സമാധിയിൽ എല്ലാവരും വരുന്നുണ്ട്, തൊഴുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഒരേ ഒരു വിശ്വാസം മാത്രമേ എനിക്കുള്ളത്, ഈ സമാധിയുടെയിലും സ്വാമിയുടെ അവിടെ ആഹാരങ്ങളെല്ലാം ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ സ്റ്റേഡിയത്തിൽ എല്ലാ വർഷവും സ്വാമിയുടെ ബർത്ത്ഡേക്കാണ് ഈശ്വരമ്മടേക്കുമാണ് സാരികൾ കൊടുത്തുകൊണ്ടിരുന്നത്. ഈ പ്രാവശ്യം സ്റ്റേഡിയത്തിൽ 6:30 സ്റ്റേഡിയം തുറക്കും. ഒരു 10:30 ഒക്കെ ആയപ്പോഴത്തേക്ക് രത്നാകർ സാറ് വരികയും എല്ലാവർക്കും പ്ലേറ്റുകളിൽ കഴിക്കാനായുള്ള ആഹാരവും ലഡ്ഡു, വെള്ളം, അതേപോലെ മോരും വെള്ളം അതിൻ്റെ എല്ലാം പാക്കറ്റുകൾ തന്ന് എല്ലാവർക്കും സ്ത്രീകൾക്കെല്ലാം ഉടുക്കാനായി ഓരോ സാരിയും, എത്ര പേരവിടെ പോകുന്നുണ്ടോ എത്ര കുട്ടികളുണ്ടോ അവർക്കെല്ലാം ഓരോ സാരിയും, ആണുങ്ങളുടെ സൈഡിൽ അവർക്കെല്ലാവർക്കും ഓരോ മുണ്ടും കൊടുക്കും. അത് ഈ വർഷവും ഭാഗ്യം എനിക്കുണ്ടായി. ഞാനും എൻ്റെ മോളും പോയിരുന്നു. കുറച്ച് സമയം കൂടുതൽ സമയം സ്വാമിയുടെ പ്രാർത്ഥന, സ്വാമിയുടെ ഭജന കേട്ട് അവിടെ ഇരുന്നെങ്കിലും 3-3.5 മണിക്കൂർ ഇരുന്നെങ്കിലും
അവിടെ ഇരുന്നതിന് ശേഷം അത് വാങ്ങി വരാനുള്ള ഭാഗ്യം എനിക്ക് ഈ വർഷവും സ്വാമി തന്നു. അതിനുള്ള ആരോഗ്യം എനിക്ക് സ്വാമി തന്നു. അതുകൊണ്ട് സ്വാമിയോട് കോടി കോടി പ്രണാമങ്ങൾ. ഇതിൻ്റെ വീഡിയോ തുടർച്ചയായിട്ട് എനിക്ക് ഇടണമെന്ന് ആഗ്രഹമുണ്ട്. ഇത് സഹകരിക്കുക. എല്ലാവരും ഇതിന് വേണ്ട പ്രോത്സാഹനം എനിക്ക് തരിക. എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയതായിട്ട് കാണുന്ന എല്ലാവരും ഇത് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റുകൾ നിങ്ങൾ എഴുതുക. എല്ലാവർക്കും സ്വാമിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ ഞാനിവിടെ നിർത്തുകയാണ്. സൈറാം.